വെയിലും പൊടിയൊക്കെ ഏറ്റ് മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ്, മുഖത്തെ പാടുകൾ, മുഖത്തുണ്ടാകുന്ന റിങ്കിൾസ് ഇവയൊക്കെ മാറ്റി മുഖത്തിന് നല്ല നിറം നൽകുന്നതിനും അതോടൊപ്പം തന്നെ മുഖം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതിനും സഹായിക്കുന്ന വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിക്കാവുന്ന എന്നാൽ വളരെയധികം ഗുണങ്ങളുള്ള ഒരു സിമ്പിൾ ഫേസ് പാക്ക് ആണ് ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു കാര്യം, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും താഴെ നിങ്ങൾ ചുവന്ന നിറത്തിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടാവും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ കാണാം, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്താൽ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതും ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും ആയിരിക്കും. ഈ ഫേസ് പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് കുറച്ച് പാൽപ്പാടയാണ്. നിങ്ങൾക്ക് പാൽപ്പാട പല രീതിയിൽ എടുക്കാം. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് പാല് തിളച്ചതിന് ശേഷം പാല് തണുക്കുമ്പോൾ അതിന് മുകളിലുള്ള പാൽപ്പാട മാറ്റിയെടുക്കുന്നതാണ്. നിങ്ങൾ കടയിൽ കിട്ടുന്ന ക്രീം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ പാൽപ്പാട നിങ്ങൾ നിങ്ങളുടെ മുഖത്തിൻ്റെ ആവശ്യാനുസരണം എടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കണം. ഈ ചോറ് നിങ്ങൾ എടുക്കുമ്പോൾ കഞ്ഞിവെള്ളം ഊറ്റാതെ പറ്റിച്ചെടുത്ത ചോറാണ് എടുക്കുന്നതെങ്കിൽ അതാണ് ഉത്തമം. ഇനി ഇതിലേക്ക് ഒരല്പം കസ്തൂരി മഞ്ഞൾ കൂടെ ചേർക്കുക. അതിനുശേഷം ഈ ചോറ് നല്ലതുപോലെ ഉടച്ചെടുക്കണം. എത്രമാത്രം നിങ്ങൾക്ക് ഇത് ഉടച്ചെടുക്കാവോ അത്രയും ഉടച്ചെടുക്കണം. ഇനി ഇത് ചോറ് നിങ്ങൾക്ക് അരച്ചിടണം എന്നുണ്ടെങ്കിൽ അരച്ചാണേലും ഇടാം. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതും എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളതുമായ ഒരു ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ നിങ്ങളുടെ മുഖം നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഈ ഫേസ് പാക്ക് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് മുഴുവൻ തേച്ച് പിടിപ്പിക്കുക. അത്യാവശ്യം നല്ല കട്ടിക്ക് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ മുഖത്തെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നിങ്ങൾ ഇത് ഉണങ്ങുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. 10 മിനിറ്റിന് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് ഇങ്ങനെ സർക്കുലർ ആകൃതിയിൽ ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ മസാജ് ചെയ്യണം. മുഖത്ത് മുഴുവൻ മസാജ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളിങ്ങനെ സർക്കുലർ ആകൃതിയിൽ മസാജ് ചെയ്യണം. ഇങ്ങനെ മസാജ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുഖത്തുള്ള ഡെഡ് സ്കിന്ന് അതുപോലെ തന്നെ ടാൻ ഒക്കെ ഇളകി വരും എന്നുള്ളതും അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു ബ്ലഡ് ഫ്ലോ കിട്ടും എന്നുള്ളതുമാണ്. ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് അഥവാ നിങ്ങൾ ഉപയോഗിച്ചതിന്റെ ബാക്കി ഫേസ് പാക്ക് നിങ്ങൾ ഉണ്ടാക്കി വെച്ചത് മിച്ചം ഇരിപ്പുണ്ടെങ്കിൽ അതും നിങ്ങളുടെ മുഖത്ത് തേച്ച് മസാജ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് കഴുകി കളയാം. ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ദിവസവും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞു തന്ന ഈ അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും മറക്കാതെ കമന്റ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.